ഒരു സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻസ് ഓഫ് റിയൽ ഫങ്ഷൻസ് ആണ്. എ സീക്വൻസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എ വേരിയബിൾ. ഓക്കെ, എ സീക്വൻസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എ വേരിയബിൾ ഈസ് കോൾഡ് എ സീക്വൻസ് ഓഫ് ഫങ്ഷൻ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ, എക്സ് പവർ എൻ അല്ലെ. എക്സ് പവർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 1 0 1. n varies from n belongs to natural numbers. Okay, n belongs to set of all natural numbers. So ആ സീക്വൻസ് എങ്ങനെയാണ് വരുന്നത്? എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് പവർ 4 എക്സെട്ര. ഇവിടെ എക്സ് എന്നുള്ളത് എന്താണ്? ആക്ച്വലി ഈസ് എ വേരിയബിൾ അല്ലെ. എക്സ് ഒരു വേരിയബിൾ ആണ്. അപ്പൊ ഈ സീക്വൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീക്വൻസ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ. അതുപോലെ തന്നെ സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ, എക്സ് ബൈ എൻ അല്ലെ. എക്സ് ബൈ എന്ന് പറയുമ്പോൾ എക്സ്, എക്സ് ബൈ 2, എക്സ് ബൈ 3 എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? സീക്വൻസ് കിട്ടുന്നുണ്ട്, സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ. അതെന്താ? ഒരു വേരിയബിൾ ഉണ്ട് അല്ലെ. എക്സ് എന്നുള്ള ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ പോകുന്നത്, ആ സീക്വൻസ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു സീക്വൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ കൺവേർജൻസിനെ കുറിച്ചാണ് അല്ലെ. അതിന്റെ കൺവേർജൻസിനെ കുറിച്ചാണ്. ഇവിടെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് സൈൻ എൻ എക്സ്. സൈൻ എക്സ് എൻ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് രീതിയിലാണ് വരുന്നത്? സൈൻ എക്സ്, സൈൻ 2x, സൈൻ 3x എക്സെട്ര. ഈ രീതിയിലാണ് നമുക്ക് സീക്വൻസ് വരുന്നത് അല്ലെ. ഓക്കെ, ആ രീതിയിലാണ് നമുക്ക് സീക്വൻസ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സീക്വൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് എന്നുള്ള ഒരു വേരിയബിൾ ആണ്, ഒരു പോയിന്റ് വേരിയബിൾ ആണ്, റിയൽ ലൈൻ. ഓക്കെ, ഇറ്റ്സ് എ റിയൽ നമ്പർ. ഓക്കെ, റിയൽ വേരിയബിൾ എന്ന് പറയാം നമുക്ക്. ഇറ്റ്സ് എ റിയൽ വേരിയബിൾ. സോ ഇവിടെ നമുക്ക് കൺവേർജൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് വൈസ് കൺവേർജൻസിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ യൂണിഫോം കൺവേർജൻസിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യണം. എന്താണ് പോയിന്റ് വൈസ് കൺവേർജൻസ്, എന്താണ് യൂണിഫോം കൺവേർജൻസ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ നമുക്ക് കാര്യമായിട്ട് ആവശ്യം വരുന്നില്ല, നമുക്ക് പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത്. പ്രോബ്ലംസിന് ആവശ്യമായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺവേർജൻസ് എക്സിനെയും വേരിയബിളിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കൂ, എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ എൻ. ഓക്കെ, എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പവർ എൻ. എക്സ് പവർ എൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇന്റർവെല് ഏതാണ്? 0 1 ആണ്. എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ എൻ ആണ് ഓൺ ദി ഇന്റർവെൽ 0 1. ഇനി നോക്കൂ, ഇവിടെ ഫോർ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 1. ഓപ്പൺ 0 1 ആണല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 1 എന്ന് പറഞ്ഞാൽ എക്സ് എന്തല്ല? 1 അല്ല, 0 അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നലെ സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സിൽ ഒരു റിസൾട്ട് പഠിച്ചിരുന്നു. ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1, എക്സ് പവർ എൻ എങ്ങോട്ട് പോകും? ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 0 കൺവേർജ് ചെയ്യും. അപ്പൊ ഇവിടെ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 0 1 ആണെങ്കിൽ എക്സ് പവർ എൻ എങ്ങോട്ട് പോകും? 0 പോകും, ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. എക്സ് പവർ എൻ എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? 0 കൺവേർജ് ചെയ്യുന്നത്. പക്ഷേ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇവിടെ നമ്മുടെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ, സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇന്റർവെൽ ആണ് ക്ലോസ്ഡ് 0 1 ആണ്. അപ്പൊ 1 കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ 1 എന്നുള്ള പോയിന്റിലും ഈ സീക്വൻസിന്റെ കൺവേർജൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കണം, എങ്ങോട്ടാണെന്നുള്ളത് നോക്കണം. ഓക്കെ, അവിടെ 1 എന്നുള്ള നോക്കൂ, എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സ് പവർ എൻ ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ വൺസിന്റെ കോൺസ്റ്റന്റ് സീക്വൻസ് ആയിരിക്കും 1 1 1 എക്സെട്ര. കോൺസ്റ്റന്റ് സീക്വൻസ് എങ്ങോട്ടാ കൺവേർജ് ചെയ്യുന്നത്? 1 തന്നെയാണ് കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. ഈ ഫംഗ്ഷൻ എന്താണ് ആക്ച്വലി? എഫ് ഓഫ് എക്സ്, എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു 0 എങ്ങോട്ട്? എക്സ് പവർ എൻ അല്ലെ.
എക്സ് പവർ എൻ എങ്ങോട്ട് പോകുന്നു? സീറോയിലേക്ക് പോകുന്നു ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ആൻഡ് 1 ഫോർ എക്സ് ഈക്വൽ ടു 1. ഓക്കെ, 1 ഫോർ എക്സ് ഈക്വൽ ടു 1. സോ ഇവിടെ ഈ കൺവേർജൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഡെഫിനിഷൻസ് നമുക്ക് ആവശ്യം വരുന്നില്ല. സോ ഇതാണ് പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറയുന്നത്. യൂണിഫോം കൺവേർജൻസ് എന്ന് പറയുമ്പോൾ യൂണിഫോം കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല യൂണിഫോം കൺവേർജൻസ്. അതിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, പോയിന്റ് വൈസ് കൺവേർജൻസിന്റെ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists n epsilon x belongs to n such that ഈ n എപ്സിലോൺ, ഈ n എന്നുള്ളത് ആക്ച്വലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മുടെ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിന്റെ അതേ ഡെഫിനിഷൻ, മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എപ്സിലോൺ എക്സ് ആൻഡ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ദി ഇന്റർവെൽ ഐ. പക്ഷെ ഇവിടെ എന്തെന്നില്ല, ഈ n എപ്സിലോൺ എന്നുള്ളത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഓൺലി ഡിപ്പെൻഡ് ഓൺ എപ്സിലോൺ. എപ്സിലോണിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അതായത് പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതായത് പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. യൂണിഫോം കൺവേർജൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഓൾ ഇന്റർവെല്ലിൽ അതിന്റെ കൺവേർജൻസ് യൂണിഫോം ആയിരിക്കും, ഒരേ പോയിന്റിലേക്കായിരിക്കും പോകുന്നത്. ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ കൺവേർജൻസ് ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത്രയും വൈഡായിട്ട് അത്രയും മനസ്സിലാക്കിയ ആവശ്യം നമുക്കുള്ളൂ, കൂടുതലായിട്ട് പോകുന്നില്ല. അതിലുള്ള റിസൾട്ടുകളാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, എല്ലാ റിസൾട്ടുകളാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, യൂണിഫോം കൺവേർജൻസ് ഇംപ്ലൈസ് പോയിന്റ് വൈസ് കൺവേർജൻസ്. ഓക്കെ, യൂണിഫോം കൺവേർജൻസ് അത് ഇത്ര മനസ്സിലാക്കാനുള്ളൂ. പോയിന്റ് വൈസ് കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓരോ പോയിന്റിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. യൂണിഫോം കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ആ ഇന്റർവെല്ലിൽ എല്ലാ പോയിന്റിന്റെയും ഒരേ ഇതിലായിരിക്കും നമുക്ക് കൺവേർജൻസ് ഉണ്ടായിരിക്കുന്നത്. അത് യൂണിഫോം ആയിട്ടാണ് കൺവേർജൻസ് ഉണ്ടായിരിക്കുന്നത് മാത്രമേ നമുക്ക് ഫ്രാങ്കായിട്ട് പറയാനുള്ളൂ. യൂണിഫോം കൺവേർജൻസ് ആൻഡ് പോയിന്റ് വൈസ് കൺവേർജൻസ്. യൂണിഫോം കൺവേർജൻസ് ഇംപ്ലൈസ് പോയിന്റ് വൈസ് കൺവേർജൻസ്. അതായത് എഫ് എൻ എന്നുള്ള സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ എഫ് എൻ എഫിലേക്ക് യൂണിഫോം ആയിട്ടാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തും പറയാം, എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ്. ഓക്കെ, എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ്, പോയിന്റ് വൈസ് ആയിട്ടാണെന്നും നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ യൂണിഫോം കൺവേർജൻസ് ചെക്ക് ചെയ്യാനുള്ളൊരു റിസൾട്ടാണ് പറയുന്നത്. എഫ് എൻ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് യൂണിഫോംലി if and only if the supremum of all modulus of fn of x minus f of x converges to 0. ഈ സെറ്റിന്റെ മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഫോർ എക്സ് ബിലോങ്സ് ടു ഐ, ഈ സെറ്റിന്റെ സുപ്രീമം എന്നുള്ളത് 0യിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി. ഈ രീതിയിൽ യൂണിഫോം കൺവേർജൻസിനെ ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഈ റിസൾട്ട് നമുക്ക് കാര്യമായിട്ട് സെറ്റ് എക്സാമിന് ആവശ്യം വരാറില്ല, നമുക്ക് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ചെയ്യാം, മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സീക്വൻസ് എന്നുള്ള ഭാഗത്ത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഓക്കെ, വാട്സാപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: എഫ് എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if minus 1 by n less than or equal to x less than or equal to 1 by n and 0 otherwise. അല്ലാത്ത കേസുകളിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ ഈ സീക്വൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എഫ് വൺ ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് വൺ ഓഫ് എക്സ് എന്നുള്ളത് 1 ആയിരിക്കും ഇഫ് എക്സ് എവിടെ ഉണ്ടായിരിക്കുമ്പോൾ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 0 അതർവൈസ്. ഇതിന്റെ പുറത്ത്, ഈ ഇന്റർവെലിന്റെ പുറത്താണെങ്കിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. Similarly, f2 of x is equal to 1 if -1 by 2 less than or equal to x less than or equal to 1 by 2 and 0 otherwise.
ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് ആ സീക്വൻസ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് വരും? f3 of x എന്ന് പറയുമ്പോൾ 1 if -1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 ആൻഡ് 0 അതർവൈസ്. ഈ രീതിയിലാണ് ആ സീക്വൻസ് നിൽക്കുന്നത്. സോ ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാം. ഏതൊരു n എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം? ഈ ഇനീക്വാലിറ്റി പറയാം അല്ലെ? -1/n ലെസ് ദാൻ 0 ലെസ് ദാൻ 1/n. ഓക്കെ ആണല്ലോ? ഏത് n എടുക്കുകയാണെന്നുണ്ടെങ്കിലും -1/n ലെസ് ദാൻ 0 ലെസ് ദാൻ 1/n എന്ന് പറയാം. അപ്പൊ x ഈക്വൽ ടു 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? fn ഓഫ് 0 ഈക്വൽ ടു x എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും, ഇതിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും അല്ലെ? x ഈക്വൽ ടു 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ x എപ്പോഴും ഇതിന്റെ ഇടയിലായിരിക്കും. സോ fn ഓഫ് 0 ആയിരിക്കും 1 ഫോർ എവറി n. ഏത് n എടുക്കുകയാണെന്നുണ്ടെങ്കിലും fn ഓഫ് 0 എന്തായിരിക്കും? 1 ആയിരിക്കും. സോ വൺസിന്റെ സീക്വൻസ് ആയിരിക്കും. ഇറ്റ് കൺവെർജസ് ടു 1. ഓക്കെ, ഇറ്റ് കൺവെർജസ് ടു 1. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 1 ഈസ് ഫാൾസ്. കാരണം ഓപ്ഷൻ 1 പറയുന്നത് fn ഓഫ് x കൺവെർജസ് ടു 0 ഫോർ എവറി x എന്നാണ്. ഫോർ എവറി x. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു എക്സിന് x ഈക്വൽ ടു 0ന് ഇതെന്തല്ല, 0യിലേക്കല്ല കൺവേർജ് ചെയ്യുന്നത്. x ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ സീക്വൻസ് fn ഓഫ് 0 എങ്ങോട്ടല്ല കൺവേർജ് ചെയ്യുന്നത്? 0യിലേക്കല്ല 1ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 1 ഈസ് ഫാൾസ്. ഓക്കെ, നെക്സ്റ്റ് ഫോർ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 ആൻഡ് x ലെസ് ദാൻ -1. x ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -1/n ലെസ് ദാൻ x ലെസ് ദാൻ 1/n എന്നുള്ളതിൽ നിന്ന് വിട്ടു അല്ലെ? ഇതല്ല വരുന്നത്, അതർവൈസ് എന്നുള്ളതിലാണ് x വരുന്നത് അല്ലെ? അതർവൈസ് എന്നുള്ളതിലാണ് x വരുന്നത്. ഇവിടെ ആകുമ്പോൾ 1, ഇവിടെ ആകുമ്പോൾ 0 ആണ് വരുന്നത് നമ്മുടെ ഫംഗ്ഷൻ അല്ലെ? പക്ഷെ ഇതിന്റെ മാക്സിമം വാല്യൂ, എക്സിന്റെ മാക്സിമം വാല്യൂ ബൗണ്ട് എവിടെയാണ് വരുന്നത്? 1 ആണ് വരുന്നത് അല്ലെ? ഈ 1/n മാക്സിമം വരുന്നത് 1 ആണ്. x അതിന്റെയും അപ്പുറത്ത് വരുമ്പോൾ അത് ഈ അതർവൈസ് എന്നുള്ളതിലാണ് വരുന്നത്. അപ്പൊ x ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ x എന്തായാലും ഇതിന്റെ ഉള്ളിലാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. x ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ x ലെസ് ദാൻ -1 ആകുമ്പോൾ x എന്തായാലും -1/n-ന്റെയും 1/n-ന്റെയും ഇടയിലാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ fn ഓഫ് x എന്ത് വരും? 0 വരും ഫോർ എവറി n. ഫോർ എവറി n. സോ fn ഓഫ് x എന്നുള്ളത് 0യുടെ സീക്വൻസ് ആണ്. 0 0 0 എക്സെട്ര. അത് എങ്ങോട്ടാ പോകുന്നത്? 0യിലേക്ക് കൺവേർജ് ചെയ്യും ആസ് n tends to infinity. സോ ഓപ്ഷൻ B is false. ഓപ്ഷൻ ബി എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇഫ് x belongs to 0 1. if x belongs to 0 1. ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കൊടുത്തിട്ട് നോക്കി നോക്കാം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് അതിന്റെ തിയറിയിലേക്ക് വരാം. ഓക്കെ, x ഈക്വൽ ടു ഒരു പോയിന്റ് കൊടുത്ത് നോക്കാം. സപ്പോസ് x ഈക്വൽ ടു 1/2 കൊടുത്തു. ഞാൻ 1/2 കൊടുത്തു. x ഈക്വൽ ബിലോങ്സ് ടു 0 1 ആണല്ലോ. x ഈക്വൽ ടു 1/2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? then by Archimedean property. what is Archimedean property? Archimedean property പ്രകാരം എന്ത് പറയാം? there exists a natural number n such that x is greater than 1/n. നോക്കൂ, x ഈക്വൽ ടു 1/2 എടുത്തു കഴിഞ്ഞാൽ 1/2 x ഗ്രേറ്റർ ദാൻ 1/n ആയിട്ട് വരുന്ന ഒരു n അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി ആണ്. ഇവിടെ നമുക്ക് x ഈക്വൽ ടു 1/2 എടുത്തു കഴിഞ്ഞാൽ ഒരു n നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? n ഈക്വൽ ടു 3 ആയിട്ട് എടുത്താൽ മതി. n ഈക്വൽ ടു 3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മതി. 1/2 is greater than 1/3 ആയിട്ട് കിട്ടും. ഓക്കെ, 1/2 is greater than 1/3 ആയിട്ട് കിട്ടും. ആൻഡ് 1/3 is greater than 1/4 ആണ്. ഇതാണ് x കേട്ടോ. x ഇതാണ് 1/2 ആണ്. അത് greater than 1/3 greater than 1/4. ഇനി നമുക്ക് fn of 1/2 എന്താ നോക്കാം. fn of 1/2 എങ്ങനെയാ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ സീക്വൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യാണ്. 1/2 x ഈക്വൽ ടു 1/2 ആകുമ്പോൾ എന്താണെന്നുള്ളത് നോക്കുകയാണ്. x ഈക്വൽ ടു 1/2. സോ f1 of 1/2. f1 of 1/2 എന്ന് നോക്കാം. f1 of 1/2 എന്ന് പറയുമ്പോൾ x എവിടെയുള്ളത്? 1/2 എന്നുള്ളത് എവിടെയുള്ളത്? -1-ന്റെയും 1-ന്റെയും ഇടയിലാണ് അല്ലേ? സോ 1 വരും. സോ f1 of 1/2 ഈക്വൽ ടു 1 വരും. ഓക്കെ, f1 of 1/2 is 1.
Now f2 of 1/2 അപ്പോഴും എന്ത് വരും 1 വരും കാരണം ഈക്വൽ ആണ് -1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാ പറയുന്നത് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇതാണ് എക്സിന്റെ വാല്യൂ അങ്ങനെ വരുമ്പോൾ എന്താ വരുന്നത് 1 ആണ് വരുന്നത് അതർവൈസ് ആകുമ്പോഴാണ് 0 വരുന്നത് 0 അതർവൈസ് അപ്പൊ ഇവിടെ എന്ത് വന്നു f2 of 1/2 എന്ത് വന്നു 1 വന്നു ഇനി നോക്കാം what is f3 of 1/2 we have 1/3 sorry x ആണല്ലേ 1/2 so 1/2 ഇട്ടു 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 ആണോ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 ആണോ അല്ല കാരണം 1/2 ഗ്രേറ്റർ ദാൻ 1/3 ആണ് വരുന്നത് അപ്പോൾ എന്ത് വരും 0 ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് f4 of 1/2 equal to 0 f5 of 1/2 equal to 0 etc fn of 1/2 equal to 0 etc സീറോസിന്റെ സീക്വൻസ് വരും അപ്പൊ ഈ സീക്വൻസ് എങ്ങനെയാണ് വരുന്നത് fn of 1/2 എന്നുള്ള സീക്വൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കൂ 1 1 0 0 0 എക്സെട്ര ഇതെങ്ങോട്ടാ പോകുന്നത് ഫസ്റ്റ് രണ്ട് ടേംസ് സീക്വൻസിന്റെ ഫസ്റ്റ് രണ്ട് ടേംസ് ആ സീക്വൻസിന്റെ കൺവെർജൻസിനെ ബാധിക്കുന്നില്ല സീക്വൻസിന്റെ കൺവെർജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ടെയിൽ ആണ് ഓക്കെ അപ്പോൾ ഇതെങ്ങോട്ടാ പോകുന്നത് 0യിലേക്ക് കൺവേർജ് ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് എന്തും കൂടി ഓപ്ഷൻ കട്ട് ചെയ്യാം ഏത് ഓപ്ഷനും കൂടി കട്ട് ചെയ്യാം തേർഡ് ഓപ്ഷനും കൂടെ കട്ട് ചെയ്യാം x equal to 1/2 കൊടുക്കുമ്പോൾ തന്നെ എന്തായി fn of x converges to 1 for every x belongs to 0 1 എന്നുള്ള ഓപ്ഷൻ ശരിയല്ല കാരണം x equal to 1/2 ആകുമ്പോൾ fn of 1/2 എങ്ങോട്ടാ കൺവേർജ് ചെയ്യുന്നത് 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാം ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം അല്ലാതെ പറയുമ്പോൾ ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം if x belongs to 0 1 then by Archimedean property there exists an n such that x greater than 1/n okay x greater than 1/n ആയിട്ട് ഒരു n അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് നമുക്ക് എന്തറിയാം 1/n is greater than 1/n plus 1 ആണ് which is greater than 1/n plus 2 etc okay now f1 of x എന്ത് വരും 1 വരും അല്ലേ കാരണം n എന്നുള്ളത് കുറച്ച് അപ്പുറത്തുള്ള ടേം ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് f1 of x 1 വരും f2 of x 1 വരും up to fn of x വരെ 1 വരും നമ്മൾ നേരത്തെ f2 അല്ലേ ഇതുവരെ 1 വരും അവിടെ 0 എന്ന് മാറിയിട്ട് പോയതാണ് അതുവരെ 1 വരും ബാക്കിയുള്ള ടേംസുകളൊക്കെ എന്തായി പോവും സീറോസ് ആയി പോവും കാരണം എന്താണ് x ഗ്രേറ്റർ ദാൻ 1/n ആണ് അല്ലേ x ഗ്രേറ്റർ ദാൻ 1/n ആയിട്ടുള്ള ഒരു n അവിടെ എക്സിസ്റ്റ് ചെയ്യും ഒരു n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അതുവരെയുള്ളതൊക്കെ എന്തായിരിക്കും 1/n അതുവരെയുള്ളതൊക്കെ ഏതിന്റെ ഇടയിലായിരിക്കും 1/n ന്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക 1/n ന്റെയും -1/n ന്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക പക്ഷെ അതിന് ശേഷം എന്തായിരിക്കും ആ n ന് ശേഷം വരുന്ന x ആ n ന് ശേഷം വരുമ്പോഴൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും 0യിലേക്ക് വരും അതർവൈസ് എന്നുള്ള ഫോമിലേക്ക് വരും ആ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ സോ n+1 fn+1 of x വരുമ്പോൾ 0 വരും fn+2 of x വരുമ്പോൾ 0 വരും അങ്ങനെ വരുമ്പോൾ ആ സീക്വൻസ് ഏത് ഫോമിലായിരിക്കും 1 1 1 എക്സെട്ര 1 നെക്സ്റ്റ് ഇവിടെ വൺസിന്റെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഫുൾ എന്താണ് 0 ആണ് ഇൻഫിനിറ്റി വരെ 0 ആണ് സോ fn of x converges to 0 as n tends to infinity നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീക്വൻസുകളെ കുറിച്ച് പഠിച്ചു സീക്വൻസുകൾ പഠിച്ചതിന് ശേഷം സീരീസുകൾ റിയൽ നമ്പേഴ്സ് പഠിച്ചു അവിടെ എന്താണ് ഒരു സീക്വൻസിനെ ഇൻഫിനിറ്റ് സം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത് ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് പഠിച്ചു അപ്പോൾ ആ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിനെ ഇൻഫിനിറ്റ് സം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആക്ച്വലി എന്ത് സീരീസ് ഓഫ് ഫംഗ്ഷൻസ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സീരീസിന്റെ കൺവെർജൻസിനെ കുറിച്ചാണ് അതിന്റെ ടെസ്റ്റുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏത് എക്സാം ആയാലും സെറ്റ് എക്സാം ആയാലും നെറ്റ് എക്സാം ആയി കഴിഞ്ഞാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് വെയ്സ്ട്രാസ് എം ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് വാട്ട് ഈസ് വെയ്സ്ട്രാസ് എം ടെസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ടെസ്റ്റ് പറയുന്നത് ലെറ്റ് fn be a sequence of functions satisfying modulus of fn of x less than or equal to mn അപ്പോൾ നമുക്കൊരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട് സപ്പോസ് അതിന്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം mn ആണെന്ന് വിചാരിക്കുക ഫോർ എവറി n ആൻഡ് x ബിലോങ്സ് ടു ab നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റർവെൽ ഉണ്ടായിരിക്കും i ab ആൻഡ് സമ്മേഷൻ mn ഇത് n ആണ് കേട്ടോ
സമ്മേഷൻ എം എൻ കൺവേർജ് ചെയ്യുന്നുണ്ട് കൂടി വിചാരിക്കുക. സമ്മേഷൻ എം എൻ എന്നുള്ളത് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ എഫ് എൻ ഓഫ് എക്സ് എന്നുള്ളത് എന്താണ്? കൺവേർജസ് യൂണിഫോംലി ആൻഡ് അബ്സല്യൂട്ട്ലി. അത് അബ്സല്യൂട്ട് ആയിട്ടും കൺവേർജ് ചെയ്യും, യൂണിഫോം ആയിട്ടും കൺവേർജ് ചെയ്യും. ഓക്കെ, തിയറം ഒന്നുകൂടി പറയാം. എഫ് എൻ എന്നുള്ള ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. അതിന്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എം എൻ ആണെന്ന് വിചാരിക്കുക. ആൻഡ് സമ്മേഷൻ എം എൻ എന്നുള്ളത് കൺവേർജന്റ് ആണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു എങ്ങനെ കൺവേർജൻസ് ചെക്ക് ചെയ്യാന്നുള്ളത്. സമ്മേഷൻ എം എൻ എന്നുള്ളത് കൺവേർജന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തിയറം പറയുന്നത് സമ്മേഷൻ ഇൻഫിനിറ്റ് സം എന്താണ്? ദിസ് ഇൻഫിനിറ്റ് സം കൺവേർജസ് യൂണിഫോംലി ആൻഡ് അബ്സല്യൂട്ട്ലി ഓൺ എ ബി എന്നും കൂടി ഉണ്ട് കേട്ടോ. ഓൺ എ ബി. ഓൺ എ ബി. എ ബിയിൽ എന്ത് ചെയ്യും? യൂണിഫോം ആയിട്ടും അബ്സല്യൂട്ട് ആയിട്ടും എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഇതാണ് ടെസ്റ്റ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ എൻ ബൈ എൻ സ്ക്വയർ എടുത്തു. എക്സ് എന്നുള്ളത് 0 1 എടുത്തു. ഓക്കെ, എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പവർ എൻ ബൈ എൻ സ്ക്വയർ എന്ന് എടുത്തു. എക്സ് എവിടെ നിന്നാണ്? 0 ക്ലോസ്ഡ് ഇന്റർവെൽ 0 1 നിന്ന് എടുത്തു. എക്സ് എന്നുള്ളത് 0 1 ആയതുകൊണ്ട് എക്സ് പവർ എൻ എവിടെ ഉണ്ടായിരിക്കും? ക്ലോസ്ഡ് 0 1 ഉണ്ടായിരിക്കും, നോ ഡൗട്ട്. എക്സ് എന്നുള്ളത് 0 1 ആയതുകൊണ്ട് എക്സിന്റെ പവർ എൻ ഏത് എൻ എടുത്തു കഴിഞ്ഞാലും അത് ഇവിടെ ഉണ്ടായിരിക്കും 0 ക്ലോസ്ഡ് 0 1 ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് പവർ എൻ എന്താണെന്ന് പറയാൻ പറ്റും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് പറയാം. എക്സ് പവർ എൻ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് പറയാം. സോ എക്സ് പവർ എൻ ബൈ എൻ സ്ക്വയർ എന്താണെന്ന് പറയാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൻ സ്ക്വയർ എന്ന് പറയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൻ സ്ക്വയർ. അതാണ് ഈ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 1 ബൈ എൻ സ്ക്വയറിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തെടുത്തു? എം എൻ ആയിട്ട് എടുത്തു. 1 ബൈ എൻ സ്ക്വയർ, അതായത് ഇതാണെന്ത്? എഫ് എൻ ഓഫ് എക്സ്. ഈ എഫ് എൻ ഓഫ് എക്സിന്റെ മോഡുലസ് എടുക്കുന്നില്ല, കാരണം ഒക്കെ പോസിറ്റീവ് ടേംസ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൻ സ്ക്വയർ ആണെന്ന് കിട്ടി. അപ്പോൾ ഈ 1 ബൈ എൻ സ്ക്വയർ നമ്മൾ എം എൻ ആയിട്ട് എടുത്തു. ആൻഡ് സമ്മേഷൻ എം എൻ എന്താണ്? ഈക്വൽ ടു സമ്മേഷൻ 1 ബൈ എൻ സ്ക്വയർ. ഇതെന്താണ്? കൺവേർജന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? പി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട്. ഇവിടെ പി എന്താണ്? ഈക്വൽ ടു 2 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ ഇറ്റ് കൺവേർജസ്. Summation 1 by n power p converges for p greater than 1 and diverges for p less than or equal to 1. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പി ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എം എൻ സമ്മേഷൻ സീരീസ് എം എൻ എന്താണ്? കൺവേർജന്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബൈ റിസൾട്ട് ഈ സീരീസ് എന്തായിരിക്കും? കൺവേർജസ് യൂണിഫോംലി ആൻഡ് അബ്സല്യൂട്ട്ലി ഓൺ ദി ക്ലോസ്ഡ് ഇന്റർവെൽ 0 1. ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ 0 1. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഭാഗം കൂടി പറയാനുള്ളൂ. കുറച്ച് സ്പെഷ്യൽ സീരീസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം എക്സാമിന് ചോദിച്ചതായിട്ട് ഈ സീരീസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ക്വസ്റ്റ്യൻസ് ചില സീരീസുകളുടെ സമ്മ് കാണാൻ പറയുന്നുണ്ട് നിങ്ങളോട്. സാധാരണ നമുക്ക് സീരീസുകൾ കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വളരെ സുഖമാണ് അല്ലെ? കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അവയുടെ സമ്മ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ആ ഇൻഫിനിറ്റ് സമ്മ് കാണാൻ ജോമെട്രിക് സീരീസിന്റെ കാണാൻ സുഖമാണ്, നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ജോമെട്രിക് സീരീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? 1 plus x plus x square plus etc. equal to 1 by 1 minus x. 1 by 1 minus x for mod x less than 1. For mod x less than 1. Mod x greater than 1 ആവുമ്പോൾ ഈ സീരീസ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഓക്കെ, mod x greater than 1 ആവുമ്പോൾ ഈ സീരീസ് ഡൈവേർജ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കൂ, x equal to 1 by 2 കൊടുക്കുക. x equal to 1 by 2 കൊടുത്തു. x equal to 1 by 2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 plus 1 by 2 plus 1 by 4 plus 1 by 8 അല്ലേ? പ്ലസ് എക്സെട്ര എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ എന്തായിരിക്കും? 1 by 1 minus 1 by 2 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഈ രീതിയിൽ കിട്ടും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോണൻഷ്യൽ സീരീസ്. എക്സ്പോണൻഷ്യൽ സീരീസിൽ നോക്കൂ, 1 plus x by 1 factorial plus x square by 2 factorial etc. equal to e power x. e power x. നെക്സ്റ്റ് വരുന്നത് ലോഗരിതമിക് സീരീസ് ആണ്. ലോഗ് 1 plus x എന്താണെന്നുള്ളത്. വാട്ട് ഈസ് ലോഗ് 1 plus x? ലോഗ് 1 plus x is equal to x minus x square by 2 plus x cube by 3 minus x square by x power 4 by 4 plus etc. ഈ ഒരു സീരീസിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു സമ്മേഷൻ 1 by n എന്താണ്? ഡൈവർജന്റ് ആണ് അല്ലെ? ഹാർമോണിക് സീരീസ് ഡൈവർജന്റ് ആണ്.
പക്ഷെ ഇതിന്റെ ആൾട്ടർനേറ്റിംഗ് സീരീസ് വരുമ്പോൾ അതെന്താണ് സമ്മേഷൻ മൈനസ് 1 പവർ n പ്ലസ് 1. ഓക്കെ, ഞാൻ n പ്ലസ് 1 നിറുന്നുണ്ട്. ആൾട്ടർനേറ്റിംഗ് സീരീസിന് മാറ്റൊന്നും വരില്ല, കാരണം മൈനസ് മാറി മാറി കളിക്കും, അത്രേ ഉള്ളൂ. മൈനസ് 1 പവർ n പ്ലസ് 1 ബൈ n, ഇതെന്താണ് ആക്ച്വലി 1 മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 മൈനസ് 1 ബൈ 4 പ്ലസ് എക്സെട്ര. ഇതാണ് ഈ സീരീസ് ആണ് വരുന്നത്. ഈ സീരീസ് എന്താണ്, കൺവെർജന്റ് ആണ് ബൈ ലെബനീസ് ടെസ്റ്റ് അല്ലെ. ലെബനീസ് ടെസ്റ്റ് എന്താ പറയുന്നത്, എ എൻ എന്നുള്ളത് മൊണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസും അതിന്റെ ലിമിറ്റ് 0 കൂടി ആണെങ്കിൽ ആ ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. സോ ഈ സീരീസ് എന്താണ്, കൺവേർജന്റ് ആണ്, പക്ഷെ അതിന്റെ സം എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടെ നോക്കുക, ഈ സീരീസ്, ഈ ലോഗരിതമിക് സീരീസ് നോക്കൂ. അപ്പൊ നിങ്ങളോട് ഈ സീരീസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ലോഗരിതമിക് സീരീസ് എടുക്കുക. ലോഗരിതമിക് സീരീസ് എന്താ പറയുന്നത്, log 1 plus x is equal to x minus x square by 2 plus x cube by 3 minus x power 4 by 4 plus etc എന്നാണ് വരുന്നത്. ഇവിടെ x equal to 1 അങ്ങോട്ട് കൊടുത്തു നോക്കുക. x equal to 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, log 1 plus 1 log 1 plus 1 equal to 1. x equal to 1 കൊടുക്കുമ്പോൾ 1 minus 1 by 2 plus 1 by 3 plus etc minus 1 by 4 plus etc. അപ്പോൾ അതെന്താണ്, ആൾട്ടർനേറ്റിംഗ്, ഈ ആൾട്ടർനേറ്റിംഗ് സീരീസിന്റെ സം എന്താണ്, log 2 ആണ്. log 2 എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലോഗരിതം ആണ് കേട്ടോ, കാരണം രണ്ട് ലോഗരിതത്തിന്റെ വാല്യൂ വ്യത്യാസം വരുന്നുണ്ട്. നാച്ചുറൽ ലോഗരിതത്തിലേക്കാണ് പോകുന്നത്. സംതിങ് അറൌണ്ട് 0.693. ഓക്കെ, 0.693 എക്സെട്ര അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഈ ഒരു വാല്യൂയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് ടാൻ ഇൻവേഴ്സ് എക്സും വരുന്നത്, എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് പവർ 5 ബൈ 5 മൈനസ് എക്സ് പവർ 7 ബൈ 7, ഈ രീതിയിൽ വരുന്നത്. അപ്പൊ ഇത്തരം സീരീസുകളൊക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഒരു ഗുണം കൂടെ ഉണ്ട്, ഇവയുടെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവയെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇന്റഗ്രേഷൻ മാറും, കാരണം ഈ കൺവേർജൻസ് ഒക്കെ എന്താണ്, യൂണിഫോം കൺവേർജൻസ് ആണ്. അതായത് ഈ സീരീസ് യൂണിഫോം ആയിട്ടാണ് ഈ ഒരു വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഒരു സീരീസ് യൂണിഫോം ആയിട്ടാണ് ഈ ഒരു വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഈ സീരീസും യൂണിഫോം ആയിട്ട് ഈ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇൻ പർട്ടിക്കുലർ എല്ലാ പവർ സീരീസുകളും എന്താണ്, യൂണിഫോംലി കൺവേർജന്റ് ആണ്. പവർ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, സമ്മേഷൻ എ എൻ എക്സ് പവർ എൻ എന്നുള്ള രൂപത്തിലുള്ള സീരീസുകളെയാണ് നമ്മൾ പവർ സീരീസ് എന്ന് പറയുന്നത്. പവർ സീരീസുകൾ യൂണിഫോംലി കൺവേർജന്റ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. കൺവേർജന്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്താണ്, അത് യൂണിഫോംലി കൺവേർജന്റ് ആയിരിക്കും. കൺവേർജന്റ് ചെയ്യുന്ന സ്ഥലത്ത് അതെന്തായിരിക്കും, യൂണിഫോംലി കൺവേർജന്റ് ആയിരിക്കും എന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം അത് ഡൈവേർജ് ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ടായിരിക്കാം. കൺവേർജ് ചെയ്യുന്ന സ്ഥലത്ത് എന്തായിരിക്കും, യൂണിഫോംലി കൺവേർജന്റ് ആയിരിക്കും. സോ ഇവിടെ നോക്കൂ, ഇത് യൂണിഫോംലി കൺവേർജന്റ്. യൂണിഫോംലി കൺവേർജന്റ് ആകുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷനും അതുപോലെ ഡിഫറൻസിയേഷനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ലിമിറ്റ് ഓഫ് ഇന്റഗ്രലിന്റെ ലിമിറ്റും ലിമിറ്റിന്റെ ഇന്റഗ്രലും എന്താണ്, സെയിം ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത്ര മനസ്സിലാക്കി മതി. കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല ആ ഭാഗത്തുനിന്ന്. ഈ സീരീസ് ഇതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും, ഇന്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാകും കേട്ടോ. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താലും ഈ പവർ എക്സിൽ മാറ്റം വരില്ല. അപ്പൊ അത്തരത്തിലുള്ള സീരീസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇൻ പർട്ടിക്കുലർ നമുക്ക് നോക്കാം, ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. വൺ പ്ലസ് അല്ലെ, വണ്ണിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കിട്ടും. എക്സ് പ്ലസ് എക്സ് സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 കിട്ടും. നെക്സ്റ്റ് വരുന്നത് എക്സ് ക്യൂബ് ആണ്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് എക്സ്, സോറി 1 പ്ലസ് എക്സ് ഉണ്ട്. സോ എക്സ് സ്ക്വയർ ബൈ 2 വരും. എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് പവർ 4 ബൈ 4 പ്ലസ് എക്സെട്ര. അപ്പൊ അതിന്റെ ലിമിറ്റിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1 ബൈ 1 മൈനസ് എക്സ് ഡി എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ലോഗ് 1 മൈനസ് എക്സ്, ലോഗരിതം ഓഫ് 1 മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ 1 കൊടുത്തു നോക്കൂ നിങ്ങൾ. എക്സ് ഈക്വൽ ടു 1 കൊടുത്ത് എന്താ കിട്ടുക, 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ഇവിടെ കൊടുത്തു നോക്കൂ, ലോഗ് 1 മൈനസ് 1, ദാറ്റ് ഈസ് ലോഗ് 0. ലോഗ് 0 എന്നുള്ളത് നമ്മൾ എന്താണ് ആക്ച്വലി ഇൻഫിനിറ്റി ആയിട്ടാണ് പറയാറുള്ളത്.
നോൺ ഡിഫൈൻഡ് ആണ് അല്ലെ. അപ്പൊ 1 + 1/2 + 1/3 എന്നുള്ളത് എന്തല്ല, ഡിഫൈൻഡ് അല്ല. ഇനി ഈ എക്സ് ഉള്ളിടത്തിനൊക്കെ എക്സിന് പകരം -x കൊടുത്തു എന്ന് വിചാരിക്കാം. എക്സിന് പകരം -x കൊടുത്തു. അപ്പൊ എന്താ കിട്ടുക, -x + x²/2 -x³/3 + x⁴/4 + etc. ഈക്വൽ എന്ത് വരും, ലോഗരിതം ഓഫ് 1 - -x വരും, ദാറ്റ് ഈസ് 1 + x വരും. ലോഗ് 1 + x എന്ന് വരും. ഓക്കെ ഓക്കെ സോറി, ഇവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മൈനസ് ആണ് കേട്ടോ ഫസ്റ്റ് തുടങ്ങുന്നത്. -x + x²/2 - x³/3 ഇതിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു സീരീസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും നമുക്ക് പല സീരീസുകളും ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കൂ. ദ സം ഓഫ് ദി സീരീസ് π/4. ഇവിടെ നോക്കൂ, ഇവിടെ സമ്മേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട സമ്മേഷൻ cos nx/n² എന്നുള്ളതിൻ്റെ ആണ്. ഹിയർ fn(x) എന്താണ്, fn(x) is equal to cos nx/n². We know that cos nx-ന്റെ മാക്സിമം വാല്യൂ എന്താണ്, മോഡ് cos nx ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അറിയാം അല്ലേ. സോ മോഡുലസ് ഓഫ് cos nx/n² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n². ഓക്കെ, 1/n². സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, മോഡുലസ് ഓഫ് fn(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n² which is equal to mn, and summation mn equal to summation 1/n². 1/n² ആണ് is a p series അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. summation 1/n⁴p is convergent. convergent ആവുന്നത് എപ്പോഴാണ്, p greater than 1 ആകുമ്പോൾ convergent ആണ്. divergent ആവുന്നത് p less than or equal to 1 ആകുമ്പോഴാണ്. ഇവിടെ p equal to എന്താണ്, 2 ആണ്. 2 is greater than 1. so summation mn is convergent. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, summation fn(x) is uniformly convergent and absolutely convergent. ഓക്കെ, യൂണിഫോംലി കൺവേർജന്റ് ആൻഡ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n². സോ fn(x) is equal to cos nx/n². so summation cos nx/n² is യൂണിഫോംലി കൺവേർജന്റ് ആൻഡ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്, രണ്ടുമാണ് ഓൺ ആർ. ഇവിടെ ഇൻ പെർട്ടിക്കുലർ ഒരു നമ്പറിൽ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് പറയേണ്ട എല്ലാ ആറിലും അല്ലെ, എല്ലാ ആറിലുള്ള ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ഇത് ട്രൂ ആണ്. കാരണം ഏത് എക്സിനും എന്താണ്, cos nx എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. മോഡ് cos nx is ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ ഓൺ ആറിൽ നമുക്ക് എന്താ പറയാം, എന്താണെന്ന് പറയാൻ പറ്റും, യൂണിഫോംലി കൺവേർജന്റ് ആൻഡ് എന്നുള്ളത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ആദ്യം ലിമിറ്റ് എമ്മിനെ വേരി ചെയ്യുന്നു ഇൻഫിനിറ്റിയിലേക്ക്, പിന്നെ എന്നിനെ വേരി ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ലിമിറ്റ് എന്താണെന്നുള്ളത് നോക്കും. ഓക്കെ, നേരെ തിരിച്ചും എന്ത് ചെയ്യുന്നു, വേരി ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ലിമിറ്റ് എന്താണെന്ന് നോക്കും. അപ്പോൾ നോക്കാം, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി m/m + n ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വേരി ചെയ്യുന്നത് എന്താണ്, എമ്മിനെയാണ് വേരി ചെയ്യുന്നത് അല്ലേ. സോ എന്നിനെ ഒരു ഫിക്സഡ് നമ്പർ ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്നിനെ ഫിക്സഡ് നമ്പർ ആയിട്ട് ചൂസ് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി m ഡിവൈഡഡ് ബൈ, താഴ്ന്ന എമ്മിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ m ഇൻറ്റു 1 + n/m എന്ന് എഴുതാം. ഓക്കെ, സോ ഈ m ക്യാൻസൽ ചെയ്ത്, സോ സോറി ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി m ഡിവൈഡഡ് ബൈ m ഇൻറ്റു 1 + n/m. m ക്യാൻസൽഡ് ആയി. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്
n tends to infinity limit m tends to infinity 1 by 1 plus n by m. Here n is a fixed number, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ ആണ്. ഓക്കെ, ഇനി വേരി ചെയ്യുന്ന ഇൻഫിനിറ്റിയിലേക്ക് വേരി ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ട് പോകും, ഈ ടൈം അങ്ങോട്ടാ പോകുന്നത്, സീറോയിലേക്ക് പോകും അല്ലേ? ഈ ടൈം സീറോയിലേക്ക് പോകും. സോ മൊത്തം ടൈം അങ്ങോട്ട് പോകും, വണ്ണിലേക്ക് പോകും. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് m tends to infinity, sorry, is equal to limit n tends to infinity. ഈ ലിമിറ്റിന് എന്ത് കിട്ടി നമുക്ക്? 1 ആയിട്ട് കിട്ടി. ലിമിറ്റ് n tends to infinity 1. This is equal to 1. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, നേരെ തിരിച്ചുള്ളത് നോക്കാം. ലിമിറ്റ് m tends to infinity ലിമിറ്റ് n tends to infinity m by m plus n. ഇവിടെ n ആണ് വേരി ചെയ്യുന്നത്. m എന്നുള്ളത് എന്താണ്? ഒരു ഫിക്സഡ് ഇൻറ്റിജർ ആണ്. അപ്പോൾ നോക്ക് നിങ്ങൾ, ലിമിറ്റ് n tends to infinity 1 by 1 plus n എങ്ങോട്ടാ പോകുന്നത്? ആസ് n tends to infinity എങ്ങോട്ടാ പോകുന്നത്? സീറോയിലേക്കാണ് പോകുന്നത് അല്ലേ? അതേപോലെ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാലും ഇത് സീറോയിലേക്കാണ് പോവുക, 3 കൊടുത്തു കഴിഞ്ഞാലും സീറോയിലേക്കാണ് പോവുക. ഒരു നമ്പർ ഇവിടെ k കൊടുത്തു കഴിഞ്ഞാൽ k by k plus n കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങോട്ടാ പോകുന്നത്? സീറോയിലേക്കാണ് പോകുന്നത്. സോ ആസ് n tends to infinity എന്താവും? സീറോ ആയിരിക്കും. സോ ലിമിറ്റ് n tends to infinity ഇതെങ്ങോട്ട് പോകുന്നു? സീറോയിലേക്ക് പോകുന്നു. ദിസ് ഈക്വൽ ടു സീറോ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. സോ ഇതെന്താണ്? എ ആണ്, ഇതെന്താണ്? ബി ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ എ ബിയും. എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 1 ആണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. കിട്ടിയിട്ടുള്ള എന്താണ്? എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 0. സോ ഓപ്ഷൻ ബി ഈസ് ട്രൂ. ഓക്കെ.